ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പ്രജേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. ഇതാ ഫസ്റ്റ് ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതാ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ബവാച്ചി ബിരിയാണി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. നല്ല എരിവുള്ള ഒരു ബിരിയാണി ആയിരുന്നു. ഇതുവരെ കഴിച്ചതിൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എന്ന് പറയാം. പക്ഷേ എനിക്ക് ഏറ്റവും മോഡലിൽ ഇഷ്ടമായത് തഞ്ചൈ ബിരിയാണി ആയിരുന്നു. പിന്നെ ഇന്നലത്തെ മട്ടൻ ചുക്കയും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു പിടി പിടിച്ച് ഞങ്ങൾ പുറത്തു പോവുകയാണ്. നമ്മൾ ഇന്നും ഫസ്റ്റ് പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. ഒരു സ്പെഷ്യൽ പാർക്കാന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാനതാണ് വീഡിയോയിലും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി വണ്ടിയിലേക്ക് കയറുകയാണ്. ഇന്നും കൂടിയുള്ളൂ ഞങ്ങളിവിടെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പ്രവേണ്ടി സൂര്യടുത്തേക്ക് തിരിച്ചു പോവും. ഞങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് ഇന്നലെ പ്ലാൻ ചെയ്തെങ്കിലും ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു 5 മണി ആവാറായി. എന്നാലും ഉള്ള സമയം വെച്ച് പറ്റുന്നതൊക്കെ കാണാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്താണത്? പേടിട്ടോ. ഫസ്റ്റ് ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ എന്താ ഇതിനു മാത്രം കാണാൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബാക്കി നിങ്ങളും കൂടി കാണി. ഇതാ നമ്മുടെ വഴികാട്ടികൾ 2 പേരും മുന്നിൽ നടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇവരുടെ പിന്നാലെ പോവാം. ഫസ്റ്റ് നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടത് ശാന്തമായൊരു ലേക്കാണ്. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വെതർ വലിയ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ആളുകളെല്ലാം പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു കൊക്ക് പോലത്തെ ഒരു സാധനം അവിടെ നിൽക്കുന്നത് കണ്ടോ? അത് കൊക്കൊന്നല്ല, വേറെന്തോ ഒരു പക്ഷിയാണ്. ഒരുപാട് പലതരത്തിലുള്ള പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. അതിനെ കാണാൻ വേണ്ടി തന്നെ കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നും പക്ഷികളൊക്കെ എത്ര വലിയ അത്ഭുതമാണോന്ന്. വിൻ്റർ കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളൊക്കെ ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നാം. ആളുകൾക്ക് വന്ന് കാണാനും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ എത്ര സ്ഥലങ്ങളായി ഇവരിവിടെ ഇത്രയും നന്നായിട്ട് ഒരുക്കിയിട്ടുള്ളതെന്നറിയോ? എനിക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് അത്ഭുതമായി തോന്നിയത് അതാണ്. എവിടെ പോയാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളുണ്ടാകും. ഞങ്ങൾ പോയ സമയത്ത് മരത്തിലൊക്കെ ഇലകൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു കാട്ടിലേക്കുള്ള ഒരു വഴിയാന്ന് പറയാം. പക്ഷെ ഇതൊന്നല്ല കാണേണ്ട കാഴ്ച. അത് കാണാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ സ്പീഡ് അറിയുന്നുണ്ടോ എന്നറിയില്ല. വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഭയങ്കര. ആളുകൾ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത്രയും ശക്തിയായിട്ടാണ് ആ വെള്ളം പോകുന്നത് കേട്ടോ. ഞാൻ പറയായിരുന്നു അവരോട്, കാണുമ്പോഴേ തല ചുറ്റാണ്, അതിൻ്റെ അടുത്തേക്കൊന്നും ആരും പോകരുതേന്ന്. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? അത് കാണിച്ചു തരാം. ഒരു സൈഡ് കുത്തി ഒലിച്ച് അത്രയും
ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു പുഴയാണെങ്കിൽ മറ്റേ സൈഡ് വളരെ ശാന്തമായി പോകുന്ന ഒരു പുഴയാണ്. നമുക്ക് വരുമ്പോൾ തോന്നുമോ മറ്റേ സൈഡ് ഇങ്ങനെയാണ് എന്നുള്ളത്? ഞാൻ വരുമ്പോൾ ഇവിടെ എന്താണ് ഇത്രയ്ക്ക് പ്രത്യേകത എന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഒരു സൈഡ് അത്രയും ശക്തമായി, നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവും, അങ്ങനെയാണ് പുഴ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കിളികളുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം ബാക്കി. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പ്, കാറ്റ് കണ്ടോ? നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണില്ല. ഭയങ്കര ശക്തി വെള്ളത്തിന്, വെള്ളം ഒഴുകുന്നത് ഭയങ്കര ശക്തിയില്ല, ഫോഴ്സിലാണ് ഇവിടെ വെള്ളം. വന്നപ്പോൾ ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. നല്ല തണുപ്പായിരുന്നു. സൈഡ് നമ്മളിപ്പോൾ അതിൻ്റെ എൻഡിലെത്തി. ഇതിൻ്റെ എൻഡ് ഇവിടെ കണ്ടോ? ഇവിടെ ഭയങ്കര ശാന്തതയും നമ്മുടെ ലൈഫ് പോലെ ഒരു ഭാഗം ശാന്തത, ഒരു ഭാഗം അതവിടെ മുട്ടയ്ക്ക് അടയിരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ അടുത്ത് ചെന്നാൽ നല്ല കൊത്ത് കിട്ടും. ഇവിടെ ഒരു സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സെൽഫി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സെൽഫി. നന്നായിട്ടില്ലേ? ഇവിടെ കാണുന്ന പക്ഷികളുടെയൊക്കെ വിവരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ കണ്ടത് കനാഡ് കൺവേർട്ട് മലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡാണെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവിടെ പക്ഷികളുടെ ഒരു സങ്കേതമാണ് സുഹൃത്തുക്കളെ. എന്താന്ന് വെച്ചാൽ കുറേ ആളുകൾ വലിയ വലിയ ക്യാമറകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഇവിടുത്തെ അണ്ണാനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ സംഭവിച്ചത് എന്താന്ന് എനിക്ക് പോലും അറിയില്ല. എന്നെ തന്നെ നോക്കുന്നത്. ഞാൻ വലിയ കഥയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അണ്ണാനൊന്ന് ചാടി ഞാൻ ജീവനും കൊണ്ടോടി. അതാണ് ആ കണ്ടത്. പേടിച്ചിട്ടൊന്നല്ല, ചെറിയൊരു ഭയം. പിന്നെ ഞങ്ങൾ നമ്മുടെ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഡൗൺ ടൗൺ പോവാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. വലിയ സൗണ്ടിൽ വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും. അതാണ്. ബാക്കി ഇനി ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഈ മോൺട്രിയലിൽ ഡൗൺ ടൗൺ പോകുന്ന ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു നമ്മൾ പണ്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പാട്ട് രംഗങ്ങളില്ലേ, അതുപോലെയൊക്കെ തോന്നും എനിക്ക്. ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് പറഞ്ഞു തരണം. എന്നാലാണ് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺ ടൗണിൽ കാർ പാർക്കിങ്ങൊക്കെ കിട്ടാൻ നല്ല കഷ്ടമാണ്. അപ്പം നടന്നിട്ട് നമുക്കത് വെറുതെ നടന്ന് കാണാനേ ഒരു രസമാണ് കേട്ടോ. പഴയ പഴയ ബിൽഡിങ്ങും പുതിയ ബിൽഡിങ്ങും എല്ലാം കാണാം അത് കൂടെ നടന്ന. ഈ ഒരു ബിൽഡിങ് കണ്ടോ? ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ വീഡിയോയിൽ അത്രയ്ക്കൊരു ഭംഗി കിട്ടുന്നില്ല. ഇതാ ഇവിടുത്തെ തിരക്ക് കണ്ടോ? ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ച ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. നല്ല തിരക്കായിരുന്നു.
ഡൗൺ ടൗണിൽ നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇതിനു മുൻപ് പോയപ്പോഴും നല്ല തിരക്ക് തന്നെയായിരുന്നു. നല്ല ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് പറയാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പാലിൽ എന്തൊക്കെയോ കലരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവയർനെസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളും പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മിഴി ഇതാ ക്ഷീണിച്ചിവിടെ ഇരുന്നു. ഒരു അടി ഇനി നടക്കാൻ വയ്യാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞങ്ങളെ ലക്ഷ്യം ആ ഊഞ്ഞാല് പോലത്തെ സംഭവത്തിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു, എല്ലാത്തിലും ആളുകളുമായിരുന്നു. ഇത് ആളുകൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനും മീറ്റിങ്ങിനും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. എന്ത് ഭംഗിയാന്നറിയോ സ്ഥലം, എന്തൊക്കെ സൗകര്യങ്ങളല്ലേ ഇവിടെ ഉള്ളവർക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും എടുത്തു കുറച്ച് ഫോട്ടോസ്, അതും ഞാൻ കാണിക്കാം. മിഴി എന്നോട് അവിടെ തെറ്റിയിരിക്കണം കേട്ടോ. അവസാനം നമ്മൾക്കും അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് എടുത്തു ഞാൻ കുറച്ച് ഫോട്ടോസ് പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഡൗൺ ടൗൺ വരുമ്പോൾ തന്നെ ഞാൻ പ്രജേട്ടനോട് പറഞ്ഞിരുന്നു എനിക്ക് ചൂരോസ് വാങ്ങണമെന്ന്. അങ്ങനെ ചൂരോസ് തപ്പി നമ്മളൊരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഫ്രഷ് ആയിട്ട് ചൂരോസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവരവിടെ ചൂരോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ചൂരോസ് കിട്ടിയത്. ഈ ചൂരോസ് ആ മെഷീനിൽ കൂടെ അവർ കട്ട് ചെയ്തിടുന്നത് കണ്ടോ. അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് അത് വറുത്തെടുത്തിട്ട് സിനമൺ പൗഡറിൽ മുക്കിയിട്ടാണ് നമുക്ക് തരിക. ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയ ഒരു വീഡിയോ പണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ടേസ്റ്റൊന്നും നമ്മളുണ്ടാക്കിയാൽ കിട്ടില്ല. ചുടുന്ന ആ ചൂരോസ് കഴിക്കാൻ അടിപൊളിയായിരുന്നു. കഴിഞ്ഞതറിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്നത്തെ രാത്രിയിലെ ഫുഡ് ഞങ്ങൾ കഴിച്ചത് കാറിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഒരു ഷവർമ്മയായിരുന്നു. അതിൽ ഷവർമ്മയും ചിക്കനും പിന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു കിഡിലും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.